ഉപയോഗിച്ച് അത് മാത്രം കോണ്ടന്റ് ആക്കാൻ നോക്കും. അങ്ങനെയല്ല കേക്ക്. അതുകൊണ്ട് ആ ഒരു ബിഗ് ബോസിന്റെ എപ്പിസോഡ് എല്ലാവരും ഇന്നലെ കണ്ടല്ലോ. എന്ത് തോന്നി? നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ. ലാലേട്ടന്റെ ഡബിൾ സ്റ്റാൻഡ് ആണോ നിങ്ങൾക്ക് തോന്നിയത്? ഓക്കെ, മൈക്കിന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് കേട്ടോ, ഒന്നും വിചാരിക്കരുത്. ഇന്ന് കഞ്ഞിയഞ്ചല്ലേ, അപ്പൊ നമ്മളിവിടെ തൊട്ടടുത്തൊരു SNDP ഉണ്ട്. SNDPയിലെ ഇന്ന് പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, കഞ്ഞി പരിപാടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, ഞാനിന്ന് അകത്ത് റൂം ക്ലീൻ ചെയ്യണം, അതുകൊണ്ടെല്ലാം ഉഴപ്പി കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ അകത്തിരുന്ന് വീഡിയോ ചെയ്തേനെ. അപ്പൊ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. ഇന്ന് സൺഡേ അല്ലേ. ഓക്കെ, അപ്പം ഒരു വീഡിയോ ചെയ്തിട്ടാവാന്ന് കരുതി. അപ്പം ഇന്നലത്തെ ലാലേട്ടൻ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വന്നത്. നെവിൻ ഷാനവാസിന്റെയും കാര്യങ്ങൾ എല്ലാവരും കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നല്ലോ. ലാലേട്ടൻ നൈസായിട്ട് അങ്ങ് മുക്കിയല്ലേ. മുക്കിയപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയേ? നെവിന്റെ ഭാഗത്ത് ന്യായമുണ്ടോ, അതോ നെവിൻ പറഞ്ഞതാണോ ശരി, അതോ ഷാനവാസ് ആണോ ശരി? ഒക്കെ എന്നാലും നമുക്ക് സംസാരിക്കാം. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇന്നലെ അതിന്റെ വീഡിയോ പറഞ്ഞായിരുന്നു, അത് ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. ജീവൻ ബിഗ് ബോസ് വീട്ടിൽ കയറുന്നുണ്ട്. അതായത് എല്ലാവരും പറയുന്നുണ്ട് അനുമോളുടെ കാമുകനാണ്. അനുമോളുടെ കാമുകൻ ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നു കയറുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പോസ്റ്റ് കണ്ടു. ആ ഒരു സീരിയലിന്റെ പ്രൊമോഷനായിട്ടാണ് ആ പയ്യൻ വരുന്നതെന്നാണ് പറയുന്നത്. പയ്യനല്ല, എന്റെ പ്രായമാണ് കേട്ടോ. ഓക്കെ, എന്നെക്കാൾ ഒരു വയസ്സിനെങ്ങാണ്ട് മൂത്താണ്ടാന്ന് തോന്നുന്നു. ഓക്കെ, ഞങ്ങളുടെ പഴയ ജീംബൂമ്പയാണ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ പുള്ളിക്കാരൻ ബിഗ് ബോസ് വീടിനകത്ത് ഒരു സീരിയലിന്റെ പ്രൊമോഷനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതായിരിക്കും ഇന്ന് കാണിക്കാൻ പോകുന്നത്. പിന്നെ റെന ഫാത്തിമ ബിഗ് ബോസ് വീട് വിട്ടു പോയി. ആര്യനും ഈ പറഞ്ഞ നെവിനും സേഫ് ആയിട്ടുണ്ട്. പിന്നെ ഏറ്റവും കുറവ് രണയ്ക്കും നെവിനുമായിരുന്നു. നല്ലൊരു ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുക്കൻ, അല്ലെങ്കിൽ എന്റർടൈനിങ് കൊടുത്തിട്ടിരിക്കുന്ന ആൾ ഇത്രയും വെറുക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇതാണ് ബിഗ് ബോസ് ഷോ. ഇപ്പം ഷോയിൽ തന്നെ 42 ദിവസം വരെ അനുമോൾ നിന്നത്. ഒറ്റയടിക്ക് അനുമോളുടെ ഗ്രാഫ് അങ്ങ് കുറഞ്ഞ് ഷാനവാസ് അങ്ങ് കയറിപ്പോയത്. ഇതാണ് ബിഗ് ബോസ് ഷോ. ജനങ്ങളുടെ രീതി അങ്ങനെയാണ്. ഓക്കെ, എന്തായാലും നമുക്കിനി ഷോയിലെ കുറച്ച് കാര്യങ്ങൾ, ചെറിയ വോയിസ് ഒക്കെ ഞാൻ വെച്ചുതരാം. ലാലേട്ടന്റെ വീഡിയോ എനിക്ക് ഇവിടെ വെക്കാൻ പറ്റത്തില്ല, നമുക്ക് പണി കിട്ടും. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കിട്ടും. ഷാനവാസ്, ഞാൻ കണ്ടത് ഷാനവാസ് എന്റെ യൂണിഫോം ഇട്ടില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യില്ല. എത്ര മനോഹരമായിട്ട് ഞാൻ കൈകാര്യം ചെയ്യാം, അത് മടക്കി കൊടുക്കണം. കഴിഞ്ഞില്ലേ? അടിപൊളി. ഷാനവാസിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു കേട്ടില്ലേ? അതാണ്, അദ്ദേഹം കറക്റ്റ് ഗെയിമാണ് കളിച്ചത്. ഞാൻ ഇന്നലെ എന്റെ ഒരു വീഡിയോയ്ക്ക് അത് വെച്ചിട്ടുണ്ടായിരുന്ന ക്ലിപ്പ്. അവൻ ഗെയിമിന്റെ പ്ലാനിങ്ങിനെ കുറിച്ച് അനുമോളെടുത്ത് രാത്രി സംസാരിക്കുന്നത്. ഒരു ഗസ്റ്റ് വീട്ടിൽ വരുമ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ എല്ലാ ബെഡും കാര്യങ്ങളും വലിച്ചിടാനോ ഒന്നും പറ്റത്തൊന്നുമല്ല ഒരു ഗസ്റ്റിന്. ഈ വേസ്റ്റ് ഇടാനും അത് ചെയ്യാനും ഒന്നും ഈ ഗസ്റ്റിന് പറയത്തില്ല. ഇതിപ്പോ കാലം ഏതാണ്? 2015 ഈ ഒരു കാലഘട്ടത്തിൽ വന്നിട്ട് എന്നാടാ വലിച്ചെടുത്ത് മാത്രം അത് ചെയ്യണം മറ്റേ മറിച്ചത് എന്ന് പറഞ്ഞാൽ പറ്റുമോ? നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഈ വരുന്ന ഗസ്റ്റാണ് നമുക്ക് ശമ്പളം തരുന്നത്. ഗസ്റ്റ് ചിലപ്പോൾ ടിപ്പ് എന്തെങ്കിലും തരുമായിരിക്കും. പക്ഷെ ശമ്പളം തരുന്ന ആരാ? ഓണറോ മാനേജറോ ഇവരൊക്കെയാണ് നമുക്ക് ശമ്പളവും കാര്യങ്ങളൊക്കെ തരുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ റിയാസ് കാണിച്ചതോ ലാലേട്ടിന് പോലും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളായിട്ടാണ് തോന്നുന്നത്. ബിഗ് ബോസ് ഷോയിലാണെങ്കിൽ പോലും പക്ഷെ ഗെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഗെയിം കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഗെയിം ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആദിലെ ഒറ്റയടിക്ക് താത്തു, ലക്ഷ്മി ഒറ്റയടിക്ക് കയറ്റി, അതൊക്കെയാണ് ഗെയിം ചേഞ്ചിങ് എന്ന് പറയേണ്ടത്. ഓക്കെ, എന്നാലും ഈ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്നതോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയാം, ഡബിൾ സ്റ്റാൻഡ് ആണോ ട്രിപ്പിൾ സ്റ്റാൻഡ് ആണോ എന്നൊന്നും അറിയത്തില്ല. അവർ ഈ കമ്മ്യൂണിറ്റിപ്പെട്ടവരോട് ഒട്ടും യോജിക്കില്ലെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്കറിയത്തില്ല എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയില്ല. ഈ നെവിന്റെ സ്റ്റേറ്റ്മെന്റ് വന്ന സമയത്ത്, പ്രശ്നം വന്ന സമയത്ത് അവർ പറഞ്ഞില്ല ഞങ്ങൾ ഫുഡ് കഴിക്കത്തില്ല, ഞങ്ങൾ ആരും ഫുഡ് കഴിക്കത്തില്ല എന്നൊക്കെ ഭയങ്കര വാശി പിടിച്ചൊരു സ്ത്രീയായിരുന്നു അവർ. ഓക്കെ, ഇനി നമുക്ക് അതുപോലെ തന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ലക്ഷ്മി മോശമായിട്ടുള്ള ഒരു സംസാരം സംസാരിച്ചേക്കും. അക്ബറും ആ ബിഗ് ബോസ് ടീമിലെ എല്ലാവരും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഇവരോട് സംസാരിക്കില്ല, നല്ല രീതി അടുക്കത്തില്ല എന്ന് പറഞ്ഞ എല്ലാ ഇവന്മാരോട് പോയി സംസാരം. എല്ലാ എണ്ണം ഈ പറഞ്ഞ ലക്ഷ്മിയുടെ സംസാരമാണ്. നല്ല രീതിയിൽ സംസാരിക്കുന്നു, ഡിസ്കസ് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പൊ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നത് ആരാ? ഷാനവാസിനെ. ഓക്കെ, ബാക്കിയും കൂടെ വെക്കാം. അത് നിങ്ങൾക്കൊരു ഗെയിം തരുന്നത് എന്തിനാണ്? നിങ്ങളുടെ ക്ഷമ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം, അല്ലെങ്കിൽ നിങ്ങളുടെ വിൽ പവർ ഒക്കെ പരീക്ഷിക്കാനാണ്. ഇറിറ്റേറ്റ് ചെയ്യും, അതിനാണ് വന്നിരിക്കുന്നത് പലരും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ റിയാക്ട് ചെയ്യുമല്ലോ. നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഈസിയായിട്ട് പ്രതികരിക്കാം. അതല്ലാതെ ചെയ്യുമ്പോഴല്ലേ രസം. അതാ നിങ്ങളെന്താ പറഞ്ഞത്? എന്റെ ഇത് ഇടുമ്പോ മാത്രമേ ഞാൻ ഇത് മടക്കി കൊടുക്കുള്ളൂ. ആയിക്കോട്ടെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറയാം, ഞാൻ എന്ത് ചെയ്യും? 1 മിനിറ്റ് വെയിറ്റ് ചെയ്യും, നേരെ പോയി എന്റെ ഡ്രസ് ഇട്ടിട്ട് വന്ന് മടങ്ങി കൊടുക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾ ഇതിനെ പ്രതികരിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരാള് നിങ്ങളോടൊരു കാര്യം പറയുമ്പോൾ സാധാരണ പ്രതികരിച്ചാൽ അത് എന്തിനാ?
ഈ ബിഗ് ബോസ് ഷോ കണ്ടിട്ട് വരുന്ന ആൾക്കാരാണ് കൂടുതലും. ഈ ഇരിക്കുന്ന എല്ലാവരും ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളായിട്ട് വരും. വീട്ടിൽ വന്ന് കയറിന്റെ പിറ്റേ ദിവസം തന്നെ അടി ഉണ്ടാക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട്. പക്ഷെ ബുദ്ധി എന്ന് പറഞ്ഞ സാധനം ആലോചിച്ച് പോലും കൂട്ടത്തില്ല. ഒരു സമയത്ത് ഇവിടെ ആവശ്യം ബുദ്ധിയാണ്. അയാൾ നല്ല രീതി ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഈ പറയുന്ന ആര്യനോ ജിസേലോ ഇടയ്ക്ക് ജിസേല് പോയി ചപ്പാത്തി കുഴയ്ക്കാൻ പോയി. ആര്യനാണെങ്കിൽ വീട്ടിൽ വരുന്ന ഗസ്റ്റിന്റെ സാരി തുമ്പത്ത് കണക്കുന്നു. എന്തോന്നാണ് ഒരു ഇത് വേണ്ടേ? ഗസ്റ്റ് വന്നിട്ട് കണ്ണ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം ഇതൊക്കെയാണ് പാടുന്നത്. എടാ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ ഓക്കെ ചെയ്യരുത്. ഇപ്പൊ അയാൾ കറക്റ്റായിട്ട് ആ ഗെയിം കളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെവിന്റെ കാര്യം, ലാലേട്ടൻ എന്ത് പറയുന്നുള്ള രീതിയിലാണ്. നെവിന്റെ ഇരിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഭയങ്കര സഹതാപത്തോടെ ലാലേട്ടാ ആ ഒരു മട്ടും ഭാവമൊക്കെ ആയിട്ടാണ്. കാരണം എന്തിനാ വിളിച്ചിട്ട് ഈ കാര്യം അവതരിപ്പിക്കാൻ വേണ്ടി പാവം പണിവാളിപ്പോയി. എങ്ങനെ തന്നെ പറയാം. ചിലപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇനി എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റത്തില്ല. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. ഇന്ന് പിന്നെ 50ാമത്തെ ദിവസം ആയതുകൊണ്ട് ഈ പറയുന്ന തൊട്ട് വിഷനും പിന്നെ പ്രോഗ്രാമും കാര്യങ്ങളുമായിട്ടൊക്കെ പോവുകയൊക്കെ ചെയ്യും. ഒരു ചെറിയൊരു കേക്ക് കട്ടിങ്ങും ഒക്കെ ആയിട്ടങ്ങ് പോകും. പിന്നെ റെനയുടെ ഔട്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ലാലേട്ടന്റെ എപ്പിസോഡ് ഒരു 3/4 മണിക്കൂറേ കാണത്തുള്ളൂ. ബാക്കി പിന്നെ ലൈവ് ആയിരിക്കും. ഓക്കെ, എന്തായാലും ഇപ്പൊ ആദില നൂറയുടെ ഒരു കാര്യം കൂടെ ഞാൻ പെട്ടെന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ ആദില ഫേക്കാണ്. തഴന്താന്ന് പോകുന്ന ഒരു രീതി തന്നെ. പിന്നെ ഇച്ചിരി കൂടെ ഒരു ഇതായിട്ട് നിൽക്കുന്ന നൂറ മാത്രമേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കണ്ട അനി ക്യൂട്ട്നെസ് ഒക്കെ ഇടുന്നതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. പക്ഷെ അവളെ പേരൻസിന്റെ കഥയും പിന്നെ അവക്കൊരു മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ഫ്ലാറ്റിൽ വെച്ചിട്ട് ഇല്ല പീഡന കേസ് പീഡിപ്പിച്ചു എന്ന് പറയുന്ന പോലെ, അതായത് കട കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി അവസാനം ഫ്ലാറ്റിൽ കൊണ്ടുപോയിട്ടുള്ള സംഭവങ്ങളൊക്കെ അതിനോടൊന്നും ഞാൻ യോജിപ്പിക്കുന്നില്ല. പക്ഷെ ഈ രണ്ടെണ്ണത്തിന്റെ ഭേദം ആ കൊച്ചാന്ന് പറയാം. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ വെക്കാം. ആരോപണങ്ങൾ ഉന്നയിച്ച് അത് മാത്രം കോണ്ടന്റ് ആക്കാൻ നോക്കും. അങ്ങനെയല്ല ഗെയിം. അതുകൊണ്ട് ആ ഒരു കാർഡ് ഉണ്ടല്ലോ, ഇങ്ങനെ ഇതിലൊരു കോണ്ടന്റ് ഉണ്ടാക്കുന്ന കാർഡ് ഞാൻ വെച്ചിട്ടില്ല. അതിലാരും കളിക്കും. നമ്മൾ ഗെയിമിന്റെ പകുതിയിലെത്തി നിൽക്കുകയാണ്. ഏറ്റവും ടഫായിട്ടുള്ള പീരീഡിൽ കൂടെയാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. നിങ്ങൾ വളരെ സ്മാർട്ടായിട്ട് ഗെയിം കളിച്ച് ജയിക്കുന്ന കാണാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആലോചിച്ച് ഗെയിം കളിക്കൂ, നന്നായിട്ട് കളിച്ച് മുന്നേറും. ഗുഡ് നൈറ്റ്, നാളെ കാണാം. ഗുഡ് നൈറ്റ്, നാളെ കാണാമെന്ന് പറഞ്ഞ് ലാലേട്ടൻ പോയിട്ടുണ്ട്. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയുന്നത്. ആര്യന്റെ ഫേസും റെനയുടെ ഫേസും കാണിക്കുന്നുണ്ടായിരുന്നു. ഈ ഫസ്റ്റ് ഡേയില, അതായത് തിങ്കളാഴ്ച ദിവസത്തിലാന്ന് തോന്നുന്നു, ഈ പറയുന്ന രാത്രിയില ഈ രന വന്നിട്ട് ഈ പറയുന്ന നമ്മുടെ ആര്യനുമായിട്ടുള്ള ഇതുണ്ടായിരുന്നല്ലോ, ഇല്ല കട്ടിൽ കയറി കിടക്കാന്ന് പറയത്തില്ല, കട്ടിൽ മണ്ടക്കേറി ഇങ്ങോട്ട് കിടന്ന ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ, മണ്ടക്കേറി കിടന്നു. അത് അവൻ ഏത് രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ വേറെ ചിന്താഗതി ഉള്ളവർക്ക് ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യാം. ഓക്കെ, വേറെ ഒന്നുമല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കാൻ വേണ്ടി ചെയ്തതാണ്. അത് ബിഗ് ബോസിന് മനസ്സിലായിട്ടുണ്ട്. കാണുന്ന പ്രേക്ഷകരുടെ കൂട്ടത്തിൽ എനിക്ക് അറിയത്തില്ല, കുറെ ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട്. അവനെ പുറത്താക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എനിക്ക് അവനെ കണ്ടെടുത്താൽ കണ്ടുകൂടാം. പക്ഷെ അവൻ പറയുന്ന ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത്യാവശ്യം പോയിന്റ് പറയുന്നുണ്ട്. പയ്യൻ ഇപ്പോഴും ഔട്ട് ആവേണ്ടതല്ല. രണ അവിടെ വേറൊരു കാർഡ് എടുക്കാനാണ് നോക്കിയത്. അപ്പൊ പ്രതികരിക്കാത്ത രണ ഈ പറയുന്ന ബിന്നിയുടെയും അവിടെ പോയി പറയേണ്ട ആവശ്യമില്ല. ആലിബ് കാണും, അത് കാണും, മറ്റേത് കാണും, മറിച്ചത് കാണും എന്നൊക്കെ കിടന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. ഈ മെയിനായിട്ട് ലാലേട്ടൻ ഉദ്ദേശിച്ച ആ ഒരു കാര്യം കൂടാണ്. രണ്ടാമതാണ് നെവിന്റെ കേസ് കേട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കേ. ഈ ഷാനവാസ് തന്നെ ബിഗ് ബോസിനോട് പറഞ്ഞതാണ്, ഇന്ന പോലാണ് എനിക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ, ഇന്ന പോലെ എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പം ആദ്യം കാണുന്നവർക്ക് അത് മനസ്സിലായി കാണും പലവട്ടം. പിന്നെ ഈ പറയുന്ന നെവിൻ ബിൻസിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് ഷാനവാസ് ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ട് മാറി കിടക്കാനാ. പക്ഷെ ഞാൻ മാറി കിടന്നില്ല, ഞാൻ അവിടെ തന്നെ ഇരുന്നു. അതിനെക്കുറിച്ച് ബിൻസിയും ചോദിച്ചു, ആണല്ലേ അങ്ങനെയുള്ള രീതിയിൽ. അപ്പം ഈ പറയുന്ന കുട്ടി നെവിന്റെ ഭാഗത്ത് കുറച്ചൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് അടുത്ത് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ലാലേട്ടനും ഈ പറയുന്ന ബിഗ് ബോസിനാണെങ്കിൽ തന്നെ ഏറ്റവും ചീഞ്ഞ കേസ് കേട്ടാ. പണ്ടത്തെ ബിഗ് ബോസ് അടിയിടിയ, ഇത് പീഡനം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് തൊട്ടിനെയും പിടിച്ചതിനും എല്ലാം പീഡനം എന്ന് പറയുമ്പോൾ എനിക്കൊട്ടും യോജിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ ഒരു മോശം സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇല്ലേ സ്ത്രീധനത്തിന്റെ കാര്യം എല്ലാ പെണ്ണുങ്ങളും പറയുന്നതാ. സ്ത്രീധനം നിങ്ങൾക്ക് ആണുങ്ങൾക്ക് നാണമില്ലേ ഈ സ്ത്രീധനം മേടിക്കാൻ? ഈ കാലത്ത് ആരെങ്കിലും സ്ത്രീധനം മേടിക്കുമോ എന്നൊക്കെ ചോദിക്കുമല്ലോ. ഓക്കെ, ഇവിടെ ഒരുപാട് ആണുങ്ങളുണ്ട് സ്ത്രീധനം മേടിക്കാതെ കല്യാണം കഴിക്കുന്നത്. പിന്നെ സ്ത്രീധനം മേടിക്കാതെ കല്യാണം കഴിച്ച് നല്ല രീതിയിൽ പോകുമ്പോൾ ഈ ഡിവോഴ്സ് ആവുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അടിച്ച് പിരിയുന്ന സമയത്ത് പാതി വസ്തു വേണം അല്ലെങ്കിൽ ഇന്ന ഷെയർ വേണം, അത് ചോദിക്കാൻ നാണമാനമില്ലേ എന്ന് പറയുന്ന കേസ് കേട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇനി മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം. ഞാൻ ഒന്നാമത് മൈക്കായതുകൊണ്ട് ഇച്ചിരി സ്പീഡിൽ അങ്ങ് സംസാരിച്ച് ഒറ്റയടിക്ക് കാര്യം പറഞ്ഞ് തീർക്കാന്ന് കരുതിയിട്ടാണ് വന്നത്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയാ, രേഖപ്പെടുത്തുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ് ഒക്കെ ചെയ്യുക. അഭിപ്രായങ്ങൾ പറയാം, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും പറയാം. അപ്പം ബൈ, ലവ് യു ഓൾ. ഇച്ചിരി സ്പീഡിലാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നും കൊണ്ടല്ല. എനിക്കിനി അവിടെ പോയിട്ട് കുറച്ച് ജോലിയൊക്കെ ചെയ്ത് കൊടുക്കാനുണ്ട്, പിന്നെ വീടൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട്, അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ബൈ, ലവ് യു ഓൾ. ബൈ 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 ബൈ.